ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് രണ്ട് റെഡ് കളർ പോളോ ആയിട്ട് എത്തിക്കണം. പോളോ മാത്രം പറഞ്ഞാൽ പോരാ, പോളോ GT കൂടി പറയണം. അപ്പോൾ GT TSI രണ്ടെണ്ണം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. ഇത് രണ്ടും സെയിം കോൺഫിഗറേഷനിലേക്ക് വന്നേക്കുന്ന വാഹനം. അപ്പോൾ ഈ ഒരു വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ Volkswagen പോളോ GT TSI 1.2 ഓട്ടോമാറ്റിക്കലി വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ രണ്ട് വാഹനത്തിനും പ്രത്യേകിച്ച് രണ്ടും 2017 തന്നെയാണ് ഇതിൻ്റെ മോഡൽ. പിന്നെ 2017 8 മാസം പുറത്തേക്ക് വന്നേക്കുന്ന വാഹനവും 2017 6 മാസം പുറത്തേക്ക് വന്നേക്കുന്ന സിംഗിൾ ഓണർ വാഹനങ്ങളാണ് രണ്ടെണ്ണം. ഒരെണ്ണം KL7 ആണ് രജിസ്ട്രേഷൻ, ഒന്ന് KL8 ആണ് രജിസ്ട്രേഷൻ. ഒരെണ്ണം 28,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്, ഒരെണ്ണം 46,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങൾ ഏതൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇരിക്കണം, എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ കണ്ടേക്കാം. രണ്ട് പോളോ GT റെഡ് കണ്ട് തിരിച്ചുതരാം. അതിനുശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് രണ്ട് പോളോ GT റെഡ് കളർ എത്തിക്കുന്നത്. ഈ രണ്ട് വാഹനവും 2017 മോഡൽ. അത് തന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളാണ്. മാത്രമല്ല രണ്ടും സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ലോ കിലോമീറ്ററാണ് രണ്ട് വാഹനങ്ങളും. ഇതിൻ്റെ റേറ്റും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഫുള്ളാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ വാഹനം രണ്ടെണ്ണത്തിൻ്റെയും ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചാണ് വാഹനം. വളരെ വളരെ കമ്പനി സർവീസ് ചെയ്തുകൊണ്ട് തന്നെ അത്രയ്ക്ക് നീറ്റ് ആൻഡ് പെർഫെക്ഷനിലിരിക്കുന്ന രണ്ട് വാഹനങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയത്. അതിൻ്റെ ക്വാളിറ്റിയും ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാഹനത്തിൻ്റെ ഫുള്ള് റിവ്യൂയിലേക്ക് പോയേക്കാം. വാഹനങ്ങളിൽ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ വാക്കുള്ളൂ, സ്കോഡ Volkswagen വാഹനങ്ങളുടെ റെഡ്. അതാണ്. പിന്നെ നമ്മൾ ഹൈ പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ ഔഡിയുടെ ഒക്കെ റെഡൊക്കെ വേറെ ലെവലാണ്. അതേപോലെ തന്നെ നമ്മളൊരു നമ്മുടെ സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും നല്ല കളേഴ്സ് വരുന്നത് പോളോയിലാണെന്നാണ് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ഹാച്ച് ബാക്കുകളിൽ ഏറ്റവും നല്ല കളർ വരുന്നത് പോളോൻ്റെ കളേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോളോൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നിങ്ങൾ നോക്കാം. നല്ല കണ്ടീഷനിൽ ഇരിക്കുന്ന ടയേഴ്സാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഫോഗ് ലാംപ്സ്, അതേപോലെ ബമ്പേഴ്സ്, എല്ലാ ഭാഗത്തും ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് പോലും നമുക്ക് ഈ വാഹനത്തിൽ കാണാനില്ല. അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2017 മോഡൽ തന്നെയാണ്. ഈ വാഹനത്തിനകത്ത് കുറച്ച് പ്രത്യേകതകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലോർ മാറ്റും, അതേപോലെ തന്നെ സീറ്റ്സും, പസാറ്റ് എന്ന വാഹനത്തിൻ്റെ ആ സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചാണ്. അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഡോറ് നോക്കാം. അതേപോലെ മിറേഴ്സ്, മൗണ്ടറായിട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ രണ്ട് ഡോറിൻ്റെ ക്വാളിറ്റി, വീൽ ആർച്ച്, അതേപോലെ റിയറിലെ നമുക്ക് ടയേഴ്സ്, ഇതൊക്കെ പെർഫെക്ഷൻ ഉണ്ടോ. ഈ വാഹനത്തിൻ്റെ ടോപ്പ് ലുക്ക് ഉണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന കലകം വാഹനം തന്നെയാണ്. ടയേഴ്സ് തന്നെ ഫുൾ കണ്ടീഷനിലേക്കും ടയേഴ്സും. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് ബ്ലാക്ക് തീമിൽ വന്നേക്കണ ഒരു സ്പോയിലേഴ്സ് വരുന്നുണ്ട്. നമുക്കിനി ഒരു പോളോൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കണം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം കേട്ടോ. ആ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയോട് തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ്. കൂടാതെ തന്നെ ഇൻറ്റീരിയർ നോക്കാം. രണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, രണ്ട് സൈഡിലും കൺട്രോൾസ് വരുന്ന സ്റ്റിയറിങ്സ് വരുന്നുണ്ട്. സീറ്റ്സാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കണ്ടോ. പെസാറ്റിൻ്റെ ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും അല്ലെങ്കിൽ ആ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സീറ്റും കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. 49,000 അറൗണ്ടാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മിഡിലിൽ മ്യൂസിക് സിസ്റ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സിൻ്റെ നോബ് കാണാം. ഈ ഫ്ലോർ മാറ്റ് ശ്രദ്ധിക്കാം. സാധാരണ ലോക്കൽ ഫ്ലോർ മാറ്റ് അല്ല ഇത്. വിത്ത് നമുക്ക് ആ ഒരു ഫുഡ് റെസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാബിനും കാര്യങ്ങളൊക്കെ തന്നിട്ടൊന്ന് ചെറിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കണം. ആ ഒരു മാറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടത്. അതേപോലെ ജസ്റ്റ് ഇതിൻ്റെ റിയർ ഡോർ അല്ലെങ്കിൽ പാസഞ്ചർ സൈഡ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സീറ്റും ഭംഗിയായിട്ട് തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു റെഡ് സ്റ്റിച്ചിങ് വരുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. സീറ്റ്സിൽ ലെഗ് റൂമും നമ്മൾ നോർമലായിട്ട് കിട്ടുന്ന ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. റൂഫൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു 2017 ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് തൊട്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ കൂടി ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെട്ടേക്കാം. അതിനേക്കാൾ മുമ്പ് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം കൂടി നോക്കിയേക്കാം. TSI എഞ്ചിൻ ആ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
ഓക്കെ, നമുക്ക് ഇനി വലതുവശത്ത് കിടക്കുന്ന ഈ ഒരു പോളോ GT കൂടി നോക്കിയേക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് വാഹനം ഏകദേശം സെയിം കളറും സെയിം തീമും തന്നെ ഇരിക്കണം. കണ്ടോ, എല്ലാ രീതിയിൽ നോക്കാൻ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ടയേഴ്സ് വരെ സെയിം കണ്ടീഷനിലിരിക്കുന്ന ടയേഴ്സും അതേപോലെ ഫോക്സ്വാഗൻ്റെ ഒറിജിനൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ വാഹനവും നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട അതേ സെയിം കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന വാഹനങ്ങളാണ്. കണ്ടോ, വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ആകെ നമുക്ക് ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ സീറ്റ്സും കാര്യങ്ങളും നോക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു വ്യത്യാസങ്ങൾ അറിയുന്നത്. രണ്ട് വാഹനം വെച്ച് നോക്കുമ്പോൾ ടയേഴ്സ് ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സും വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടയേഴ്സ്, അതേപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ സൈഡ് രണ്ട് ഡോറും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. റൂഫും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെയും ക്വാളിറ്റി ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലാക്ക് സ്പോയിലേഴ്സും അതുപോലെ ഡിഫോഗർ കാര്യങ്ങൾ, വൈപ്പേഴ്സ്, TSIയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബമ്പേഴ്സൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു, വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. GTയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സൊക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് കണ്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് നീറ്റായിട്ട് നിൽക്കുന്ന പ്രൊഫൈൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ടയേഴ്സ് നല്ല കണ്ടീഷൻ, ഗുഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ടയേഴ്സ് വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നമുക്കിനി പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഒരു പോളോ GTയുടെ ഇൻറ്റീരിയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒറിജിനൽ കമ്പനി സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. നമ്മൾ മറ്റേ ഇതിനു മുമ്പ് കണ്ട പോളോ GTനകത്ത് വ്യത്യാസങ്ങളുണ്ട്. ഇൻറ്റീരിയറിൽ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെയും വാഹനം പെർഫെക്റ്റ് ആണ്. രണ്ട് വാഹനം ഈക്വലി ഗുഡാണ് എന്ന് നമുക്ക് എടുത്ത് പറയാം. അതേപോലെ തന്നെ രണ്ടും ഓട്ടോമാറ്റിക് ആണ്, പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ വാഹനം കുറച്ചൊരു കിലോമീറ്റർ കുറവ് ഓടിയേക്കണം. 28,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അത് ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് ഹൈലൈറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൂഫ് നോക്കാം, അതേപോലെ റിയർ സീറ്റ്സ് നോക്കാം. അവിടെയും നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം കൂടി നോക്കാം. പാസഞ്ചർ സൈഡ് നോക്കാം. പാസഞ്ചർ സൈഡും വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന പാസഞ്ചർ സൈഡ്. അതുപോലെ കമ്പനി സീറ്റ്സ് തന്നെയാണ്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. മെറ്റീരിയൽ വരെ കമ്പനി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നു. റൂഫും ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി ക്ലോസ് ചെയ്യാൻ ശേഷം നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോ GTയുടെ ഒരു എഞ്ചിൻ ഭാഗം. ഇതും നമ്മൾ നേരത്തെ കണ്ട പോളോ GTയുടെ എഞ്ചിൻ ഭാഗമായിട്ട് ഏകദേശം സെയിം ക്വാളിറ്റി തന്നെയാണ്, വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ എഡ്ജ് ടു എഡ്ജ് വ്യൂ നോക്കിയേക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ആപ്രോണിൻ്റെ പ്രശ്നങ്ങൾ, പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് ഡീറ്റെയിലായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എഞ്ചിൻ ഭാഗം നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടാണ് നോക്കണം. രണ്ട് വാഹനത്തിൻ്റെയും ബൂട്ട് നോക്കിയേക്കാം. ബൂട്ട് നോക്കണേക്ക് മുമ്പ് നമുക്ക് അൺലോക്ക് ചെയ്തേക്കാം. ഇവിടുന്ന് ലോങ് പ്രസ് ചെയ്യാതെ രണ്ട് ബൂട്ടും അൺലോക്ക് ആവും. അപ്പോൾ അങ്ങനെ അൺലോക്ക് ചെയ്യുകയാണ്. അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് വാഹനത്തിൻ്റെയും ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ബൂട്ട് സ്പേസ് ആയാലും സംശയം കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് സിംഗിൾ യൂസാണ്, വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് കേട്ടോ. വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന രണ്ട് ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പേഷ്യസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ഹാച്ച് ബാക്കിൽ കിട്ടുന്ന സ്പേസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. പിന്നെ നീറ്റ്നെസ് ആണ് നമ്മൾ രണ്ട് വാഹനം നോക്കണം. രണ്ട് വാഹനം ഈക്വലി ഗുഡാണ്, ഈക്വലി നീറ്റാണ്, ഒന്നും പറയാനില്ല. അതേപോലെ സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീലും നല്ല ഗ്രിപ്പും കാര്യങ്ങളും തരുന്ന സ്പെയർ വീലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ പോളോൻ്റെയും കൂടി സ്പെയർ വീലും അതേപോലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ പ്ലാറ്റ്ഫോമിൽ അപ്പ് ചെയ്യാം. കേട്ടോ, പുത്തൻ മയങ്ങാത്ത ടയേഴ്സ് തന്നെയാണ് രണ്ട് വാഹനങ്ങളിലും ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. നമുക്കിനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ രണ്ട് പോളോൻ്റെയും വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഫുള്ള് കണ്ടു. ഞങ്ങളുടെ വാഹനം നല്ല കലക്കം വാഹനമാണ്. രണ്ടും അതിൻ്റേതായ രീതിയിലാണ് ഭംഗിയും കാര്യങ്ങളൊക്കെ വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം 2017 മോഡല് പെട്രോൾ GT, ഇപ്പോൾ രണ്ടും 17 തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കുറച്ച് പെസാറ്റിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല മോഡിഫൈ ചെയ്തേക്കണ ആ ഒരു പോളോ.
അതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8.25 8.75 lakhs ആണ് അതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. മറ്റേ വാഹനം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് അഡീഷനിൽ കണ്ട ആ ഒരു പോളോ GTയുടെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 lakhs ആണ്, 9 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഈ രണ്ട് വാഹനങ്ങളും നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിലേക്ക് നെഗോസിയേഷൻ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം, നമ്മൾ സബ്സ്ക്രൈബ് എന്ന് പറയാം, ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു 2 പോളോ GTയുടെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്ക്. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.